ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 14. എനിക്ക് കണ്ണ് ചിമ്മാൻ പോലും കഴിഞ്ഞില്ല. സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ കൂട്ടം വിദ്യാർത്ഥികൾ എൻ്റെ മേശയ്ക്കരികിലേക്ക് നടന്നു വന്നു. ഞാൻ അവരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. യേശുവിനെക്കുറിച്ച് പറഞ്ഞ് എന്നെ അസഹ്യപ്പെടുത്തിയിരുന്നവരായിരുന്നു അത്. അവരുടെ പ്രഭാത പ്രാർത്ഥനാ യോഗത്തിൽ പങ്കുചേരാൻ അവരെന്നോട് ആവശ്യപ്പെട്ടു. ആ പ്രാർത്ഥന നടക്കുന്ന മുറി ലൈബ്രറിയുടെ തൊട്ടു പിന്നിലായിരുന്നു. ഞാൻ കരുതി, ശരി, ഇവരെൻ്റെ പിന്നാലെ നടക്കുന്നത് ഒഴിവാക്കാൻ ഒരു ചെറിയ പ്രാർത്ഥനായോഗമല്ലേ, അത് കൂടിയേക്കാം, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു, ശരി. ഞാൻ അവരോടൊപ്പം ആ മുറിയിലേക്ക് നടന്നു. അതൊരു ചെറിയ കൂട്ടമായിരുന്നു, 12-15 കുട്ടികൾ മാത്രം. ഞാനിരുന്ന കസേര നടുവിലായിരുന്നു. പെട്ടെന്ന് മുഴുവൻ സംഘവും കൈകൾ ഉയർത്തി രസകരമായ ഏതോ മറുഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കണ്ണുകൾ അടച്ചില്ല. എനിക്ക് കണ്ണ് ചിമ്മാൻ പോലും കഴിഞ്ഞില്ല. എൻ്റെ ക്ലാസ്സിൽ എനിക്ക് പരിചയമുള്ള കുട്ടികൾ, അവർ എനിക്ക് മനസ്സിലാകാത്ത ശബ്ദങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ഞാൻ അന്താളിച്ചു പോയി. പൊതുസ്ഥലത്ത്, ഒരു പൊതു സ്കൂളിൽ, ഒരു കൂട്ടം വാചാലന്മാരായ മതഭ്രാന്തന്മാരുടെ നടുവിലിരിക്കുന്ന ബെന്നി ഇവിടെ ഉണ്ടെന്ന് ചിന്തിക്കുമ്പോൾ അത് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ വെറുതെ നോക്കി നിന്നു. അടുത്തതായി സംഭവിച്ചത് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. പെട്ടെന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രേരണ അതെന്നെ ഞെട്ടിച്ചു. പക്ഷേ എന്തു പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്നത് എനിക്ക് തോന്നുന്ന ആ ചിന്തയ്ക്ക് അനുചിതമായി എനിക്ക് തോന്നി. എൻ്റെ ഒരു മതപഠന ക്ലാസ്സിലും പാപിയുടെ പ്രാർത്ഥന എന്നെ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. യേശുവിശ്വാസികളുമായി എൻ്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് എനിക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞത് നിങ്ങൾ യേശുവിനെ കാണണം എന്ന വാചകം മാത്രമാണ്. ആ വാക്കുകൾ എനിക്ക് അസ്ഥാനത്തായി തോന്നി. കാരണം എനിക്ക് അവനെ അറിയാമെന്ന് ഞാൻ കരുതി. അതൊരു അസ്വസ്ഥമായ നിമിഷമായിരുന്നു. ആരും എന്നോടൊപ്പമോ എനിക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു. എന്നിട്ടും ഞാൻ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രമായ ആത്മീയ അന്തരീക്ഷത്താൽ ഞാൻ ചുറ്റപ്പെട്ടിരുന്നു. ഞാനൊരു പാപിയാണോ? എനിക്കങ്ങനെ തോന്നിയില്ല. എല്ലാ രാത്രിയിലും പ്രാർത്ഥിക്കുന്ന, ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ പോലും പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു നല്ല കത്തോലിക്ക ബാലൻ മാത്രമായിരുന്നു ഞാൻ. എന്നാൽ ആ നിമിഷം ഞാൻ കണ്ണുകളടച്ച് കുറച്ച് വാക്കുകൾ പറഞ്ഞു. എൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച വാക്കുകൾ. ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു, കർത്താവായ യേശുവേ, തിരിച്ചു വരിക. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വായിൽ നിന്ന് വന്നത് അത്രയേ ഉള്ളൂ. ഞാൻ ആ വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. കർത്താവായ യേശുവേ, തിരിച്ചു വരിക. കർത്താവായ യേശുവേ, തിരിച്ചു വരിക. അവൻ എൻ്റെ വീട് വിട്ടു പോയെന്നോ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയെന്നോ ഞാൻ കരുതിയോ? എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. പക്ഷേ ആ വാക്കുകൾ ഉച്ചരിച്ച നിമിഷം ഒരനുഭവം എന്നിൽ ഉടലെടുത്തു. അത് 11ാം വയസ്സിൽ എനിക്ക് അനുഭവപ്പെട്ട ആ മരവിപ്പിലേക്ക് എന്നെ തിരികെ കൊണ്ടുപോയി. അതിൻ്റെ തീവ്രത കുറവായിരുന്നു, പക്ഷേ അതേ ശക്തിയുടെ വോൾട്ടേജ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അതെന്നിലൂടെ കടന്നുപോയി. എന്നിരുന്നാലും എനിക്ക് ശരിക്കും തോന്നിയത് ആ ശക്തിയുടെ കുതിപ്പ് എന്നെ തൽക്ഷണം ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു എന്നതാണ്. എനിക്ക് തികച്ചും ശുദ്ധവും കുറ്റമറ്റതും നിർമ്മലവുമായി തോന്നി. പെട്ടെന്ന് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകളാൽ യേശുവിനെ കണ്ടു. അത് ഒരു നിമിഷത്തിനുള്ളിൽ സംഭവിച്ചു. അവിടെ അവൻ ഉണ്ടായിരുന്നു. അതെ, യേശു. 5 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ എൻ്റെ ചുറ്റുമുള്ള വിദ്യാർത്ഥികൾക്ക് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞില്ല. അവരെല്ലാം പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ ഓരോരുത്തരായി അവർ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ക്ലാസ്സുകളിലേക്ക് പോകാൻ തുടങ്ങി. രാവിലെ 8 മണിയാകാൻ 5 മിനിറ്റ് ആയിരുന്നു. ഈ സമയം ഞാനിവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തു ചെയ്യണമെന്നോ എന്തു പറയണമെന്നോ എനിക്കറിയില്ലായിരുന്നു. ആ സമയത്ത് എനിക്കത് മനസ്സിലായില്ല. പക്ഷേ ഞാൻ എൻ്റെ കാലുകൾ ഉറപ്പിച്ചു നിൽക്കുന്ന തറ പോലെ യേശു എനിക്ക് യാഥാർത്ഥ്യമായി. ഞാൻ പ്രാർത്ഥിച്ച ആ വാക്കുകൾ ഒഴികെ ശരിക്കും ഞാൻ മറ്റൊന്നും പ്രാർത്ഥിച്ചില്ല. പക്ഷേ ആ ഫെബ്രുവരി രാവിലെ അസാധാരണമായ എന്തോ സംഭവിക്കുന്നുവെന്ന് എനിക്ക് സംശയാതീതമായി അറിയാമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട വിഷയങ്ങളിലൊന്നായിരുന്നു ചരിത്രം. ഞങ്ങൾ ചൈനീസ് വിപ്ലവം പഠിക്കുകയായിരുന്നു. എനിക്ക് അധ്യാപകൻ പറയുന്നത് പോലും കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആ ചരിത്രത്തിലേക്ക് എത്താൻ ഏറെ വൈകി. പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് രാവിലെ ആരംഭിച്ച ആ അനുഭവം എന്നെ വിട്ടുപോകുന്നില്ല. ഞാൻ കണ്ണുകൾ അടയ്ക്കുമ്പോഴെല്ലാം അവനായിരുന്നു.
യേശു. ഞാൻ കണ്ണുകൾ തുറന്നു. അപ്പോഴും അവൻ അവിടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ മുഖത്തിൻ്റെ ചിത്രം എന്നെ വിട്ടുപോകുന്നില്ല. ആ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ തുഴച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ സ്കൂളിൻ്റെ വാതിലിൽ നിന്ന് പുറത്തേക്ക് നടന്ന് നടപ്പാതയിലൂടെ നേരത്തെ ദൂതൻ എന്നെ കൊണ്ടുവിട്ട സ്കൂളിൻ്റെ മൂലയിലേക്ക് നടക്കുമ്പോൾ ഞാൻ ലൈബ്രറിയുടെ ജനാലയിലേക്ക് നോക്കി. അവിടെ നിന്ന് കഷ്ണങ്ങൾ അടർന്ന് നിലത്തേക്ക് വീഴാൻ തുടങ്ങി. ദൂതൻ, സ്വപ്നം എല്ലാം വീണ്ടും യാഥാർത്ഥ്യമായി. ദൈവം എന്നോട് എന്താണ് പറയാൻ ശ്രമിച്ചത്? ബെന്നിക്ക് എന്താണ് സംഭവിച്ചത്?